ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ താൻ നിരപരാധിയാണെന്നും ചെയ്യാത്ത തെറ്റ് താൻ എന്തിനാണ് ഏൽക്കുന്നതെന്നും ജാമ്യം ലഭിച്ച അഭിഭാഷകൻ ബെയ്ലിൻ ദാസ്. ശ്യാമിലിയെ മർദ്ദിച്ചിട്ടില്ലെന്നാണോ പറയുന്നത് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അതിൽ എന്താണ് സംശയം എന്ന് ശബ്ദമുയർത്തി ബെയ്ലിൻ മറുപടി നൽകി. തനിക്കെതിരെ പ്രവർത്തിച്ച പ്രമുഖർ ഉൾപ്പെടെ ഒരാളെയും വെറുതെ വിടില്ലെന്നും ബെയ്ലിൻ പറഞ്ഞു. ഉപാധികളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നതെന്നും വിഷയത്തിൽ കൂടുതൽ സംസാരിക്കുന്നത് തനിക്കു തന്നെ ദോഷമാകുമെന്നും ബെയ്ലിൻ പറഞ്ഞു. ജാമ്യം ലഭിച്ചതുകൊണ്ട് എന്തും വിളിച്ചു പറയാൻ കഴിയില്ല. കോടതിയെ അനുസരിച്ചേ പറ്റൂ. കോടതിയുടെ അനുവാദമില്ലാതെ വാ തുറക്കാൻ കഴിയില്ല. മുകളിലെല്ലാം കണ്ടുകൊണ്ട് ഒരാൾ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എല്ലാം അറിയാം. നിരപരാധിത്വം തെളിയിക്കും. അതിൽ എന്താണ് സംശയം? അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച പ്രമുഖർ ഉൾപ്പെടെ ആരായാലും എല്ലാവരും പുറത്തുവരും. ആരെയും വെറുതെ വിടില്ല, ബെയ്ലിൻ ദാസ് പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ബാർ അസോസിയേഷൻ സംരക്ഷിക്കുന്നു എന്നതുൾപ്പെടെയുള്ള എല്ലാ ആരോപണങ്ങളും നിഷേധിക്കുന്നെന്നും ബെയ്ലിൻ പറഞ്ഞു. ജൂനിയർ അഭിഭാഷകയായ ശ്യാമിലിയെ മെയ് 13 അഭിഭാഷക ഓഫീസിൽ വെച്ച് മർദ്ദിച്ചെന്ന കേസിൽ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ബെയ്ലിന് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. കഴിഞ്ഞ 4 ദിവസമായി റിമാൻഡിലായിരുന്നു ബെയ്ലിൻ. 50,000 രൂപയുടെ 2 ബോണ്ട് 2 മാസം വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുത്. സാക്ഷികളെ സ്വാധീനിക്കാനോ പരാതിക്കാരിയെ ബന്ധപ്പെടാനോ ശ്രമിക്കരുത്, കുറ്റകൃത്യം ആവർത്തിക്കരുത് എന്നീ ഉപാധികളോടെയാണ് ബെയ്ലിൻ ദാസിന് ജാമ്യം അനുവദിച്ചത്. ആദ്യം ശ്യാമിലി തന്നെ മർദ്ദിച്ചുവെന്നും അത് ചെറുക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് പിന്നീടുള്ള കാര്യങ്ങൾ സംഭവിച്ചതെന്നുമുള്ള വാദമാണ് പ്രതിഭാഗം ജാമ്യത്തിനായി കോടതിയിൽ ഉന്നയിച്ചത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.